ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 kg ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇല്ല, നമ്മൾ ബ്ലൂബെറി കേക്ക് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരൂ, എന്നിട്ട് മതി ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. 2 kg ബാറ്ററി 8 മുട്ട വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതിൽ 7 ഇഞ്ചിൻ്റെ 3 പാനിൽ ഒരേ സമയം നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ക്രീം ചീസ് എടുത്തു. ഇത് ആദ്യം നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള ടൈമിൽ പുറത്തേക്ക് വെച്ചിട്ട് ഒന്ന് അത് തണുപ്പൊക്കെ വിട്ടിട്ട് ആ കട്ടയൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം കേട്ടോ നമ്മളിത് ബീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പുറത്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര കട്ടയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തെറിച്ച് പോകും അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ബ്ലൂബെറി കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു ചീസ് ഫില്ലിങ് കൂടി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതാരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ക്രീം ചീസിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ച പഞ്ചസാര, നോർമൽ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നമ്മളെ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിവിടെ ചെറിയൊരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 21 കിലോയുടെ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഡേ ഒരു കാണിക്കുന്ന രീതിയിൽ ഫുഡ് കഴിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മുളകച്ചാറ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അച്ചാറിൻ്റെ റെസിപ്പി വേണമെന്ന് ഈ ഒരു നമ്മൾ സബ്സ്ക്രൈബർ കുറേ നാളായി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാനത് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ റെസിപ്പി പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോർമലി ഈ അച്ചാർ എന്ന് പറയുന്നത് നമ്മളെ കല്യാണ വീട്ടിൽ, പഴയ കല്യാണ വീട്ടിലൊക്കെ അധികവും നമ്മൾക്ക് ഈ ഒരു മുളകച്ചാറാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത് മാറി കിസ്മിസും അതുപോലെ തന്നെ പല പല വെറൈറ്റി അച്ചാറുകളൊക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും ഉണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഈ ഒരു ഉണ്ടമുളക് വെച്ചിട്ട് ഈ ഒരു അച്ചാർ കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മളെ പാന് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി തുടങ്ങുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ നല്ലൊരു മണം വരും. ആ ഒരു പച്ച മണം ഒന്നും കണ്ട് മാറിക്കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് എരിവിനനുസരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് മുളക്. അപ്പോൾ ഈ ഒരു അച്ചാറിന് നമ്മൾ നല്ല ഉണ്ട മുളകാണ് കേട്ടോ എടുക്കാറ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നീണ്ട മുളക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ നല്ല ഉണ്ട മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 10-12 ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കത്തിയായിട്ട് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. വരഞ്ഞിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് പൊട്ടിത്തെറിയൊക്കെ കേൾക്കും. വരയാതെ ഇട്ടാൽ തന്നെ ഇത് ഒന്ന് പൊട്ടിത്തെറിക്കും പച്ചക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ജസ്റ്റ് മാറി നിൽക്കണേ നന്നായിരിക്കും കേട്ടോ ഇളക്കി കൊടുത്ത ടൈമിൽ. ഇപ്പോൾ ഞാനത് വരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വരഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഉള്ളിലോട്ട് ഇതിൻ്റെ ആ എരിവും പുളിയൊക്കെ കയറും. അപ്പോൾ അതാ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ആ ഒരു പച്ചക്കളർ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളെ വെളിച്ചെണ്ണയിൽ ആ മുളകൊന്ന് വഴറ്റി കൊടുക്കാം. ആ മുളകിൻ്റെ നിറം ഒന്ന് മാറിയേ തുടങ്ങണം. ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് എന്ന് പറയണത് നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തോളൂ, എല്ലാം കൂടി ബാലൻസ് ആയിട്ട് വരാൻ കുറച്ച് ഇതാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പുളിയിലേക്ക് കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ.
ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ 2 അച്ച് ശർക്കര ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഉരുക്കി എടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ ശർക്കരയിൽ വല്ല കച്ചറ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിച്ചിട്ടാണ് കേട്ടോ ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു ശർക്കര പാനിയും കൂടെ ഇതിലിരുന്നിട്ട് ഒന്ന് വറ്റി വരണം. ഇനി ശർക്കര ഒന്ന് തിളച്ച് വരണം, തിളച്ചിട്ട് ഒന്ന് വറ്റി വരണം കേട്ടോ. പിന്നെ ഒരുപാട് നേരം വറ്റാനായിട്ട് നിൽക്കണ്ട. കാരണം നമ്മൾ ചട്ടിയിൽ അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂട് തട്ടിയിട്ട് വീണ്ടും ഇത് വറ്റി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കുറുകിപ്പോവും. അപ്പോൾ അതാ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി കുറച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ആവശ്യത്തിന് വറ്റി വന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ചും കൂടി ചൂടാറുന്ന നേരത്ത് ഒന്നും കൂടി വറ്റി വരും. അപ്പോൾ നമ്മളെ മുളകച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി ആ ഒരു ഷിഹാബ് അർഫാൻ കാണുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യണം. കാരണം ഒരുപാട് എൻ്റെ വേറെ വീഡിയോൻ്റെ താഴേക്ക് എനിക്ക് ആ റെസിപ്പി മാത്രമേ ഇട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് വരാറുണ്ടായിരുന്നു. അതാണ് ഞാൻ തേടി പിടിച്ച് വേഗം ഉണ്ടാക്കിയത്. ഇനി നമ്മൾക്ക് ക്രീം ചീസ് കേക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ നമ്മളെ അടിച്ച് വെച്ച ക്രീം ചീസും നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ 2 kg കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ കേക്ക് നമുക്ക് 3 കേക്കായിട്ടാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോൾ കേക്കാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ 3 പാനലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കേക്കും 2 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കണം. അതിന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്രീം ചീസ് നമ്മളിതിൽ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലൂബെറി ക്രഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂബെറി ക്രഷ് ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മലാസിൻ്റെ കമ്പനിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ക്രഷ് പലരും ചോദിക്കാറുണ്ട് ഒരു എന്താ പറയുക ടോണിക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടണോ എന്ന്. അപ്പം ഞാൻ ഇത്രയും കാലം ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ ഒരു കുഴപ്പം വന്നിട്ടൊന്നുമില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ള കേക്ക് തന്നെയാണ് ബ്ലൂബെറി. ഇതിന് മുന്നേ നമ്മൾ ബ്ലൂബെറി ചീസ് കേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ജലാറ്റിനൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി നമുക്കങ്ങ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ എല്ലാ ലെയറും വെച്ച്. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാജിക് കളേഴ്സിലെ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ബ്ലാക്കിൽ ഒരു ഡ്രോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേ കളറാണ് കേട്ടോ കിട്ടില്ല നമുക്ക്. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് നമ്മൾ വൈറ്റ് ക്രീമിലേക്ക് ഒരു ഇത്തിരി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഗ്രേ കളറാണ് കേട്ടോ കിട്ടുക. ഇനി നന്നായിട്ട് സ്ക്രൈപ്പറെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കേക്കിൽ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് എഡിബിൾ അല്ല കേട്ടോ. ഇതൊരു നമ്മളെ ബേക്കിംഗ് ഷോപ്പിൽ തന്നെ വാങ്ങിയതാണ്. പക്ഷേ ഞാനിത് കണ്ട പോലെയല്ല. ഫോട്ടോ കാണിച്ചു തന്നിട്ട് ഞാൻ അവരെ കൊണ്ട് വീട്ടിലേക്ക് വരുത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബട്ടർഫ്ലൈ ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു വേഫർ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ നമുക്ക് ചെറുതായിട്ട് നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കുക, അത് കഴിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അന്ന് 2-3 ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അത് അവിടെ കാലിയാണ്. പിന്നെ കിട്ടിയത് ഈ ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ഒത്തിരി വലുതായിട്ട് തോന്നി, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് ഷുഗർ ബോൾസ് വലുതും ചെറുതുമായിട്ടുള്ളത് രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കേക്ക് ഡെക്കറേഷൻ. അപ്പോൾ ഇനി ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനും. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.